കഴിഞ്ഞ ദിവസം ദിവ്യ എസ് അയ്യർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടതിൻ്റെ പുറകെയാണ് ഇപ്പം എല്ലാ മാധ്യമങ്ങളും. കർണന് പോലും അസൂയ തോന്നും വിധമാണ് KKR കവചം എന്നാണ് ദിവ്യ എസ് അയ്യർ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടുള്ളത്. എന്താണ് സാർ സത്യത്തിൽ ഇതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ? സാറിന് എന്താണ് തോന്നുന്നത്? അഖില, കഴിഞ്ഞ കുറെ കാലമായിട്ട് ശ്രീമതി ദിവ്യ എസ് അയ്യർ IAS ഭാഗത്ത് നിന്ന് ഇടതുപക്ഷത്തുള്ള പല നേതാക്കളെയും പ്രകീർത്തിക്കുന്ന രീതിയിലത്തേക്കുള്ള പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. ഒരു ഘട്ടത്തിൽ അത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കുറിച്ചായിരുന്നുവെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ അത് മന്ത്രിയായിരുന്ന എന്നാൽ പിന്നീട് പാർലമെന്ററി ചുമതലകളിലേക്ക് മാറിയിരുന്ന ശ്രീ കെ രാധാകൃഷ്ണനെ കുറിച്ചായിരുന്നു. ഇപ്പോ അത് ശ്രീ KK രാഗേഷിനെ കുറിച്ചാണ്. ശ്രീ KK രാഗേഷ് അദ്ദേഹത്തിന് നിലവിലുണ്ടായിരുന്ന ചുമതലയിൽ നിന്ന് മാറി അദ്ദേഹം കണ്ണൂരിലുള്ള പാർട്ടി സെക്രട്ടറി ആയിട്ട് പോവുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ദിവ്യ എസ് അയ്യരുടെ ഈ രീതിയിലത്തേക്കുള്ള പ്രശംസയൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ പൊളിറ്റീഷ്യൻസ് ആണ്, ഇവരെല്ലാം തന്നെ ഭരണകർത്താക്കളാണ്. രാഗേഷ് നേരിട്ടൊരു ഭരണകർത്താവ് എന്ന രീതിയിലായിരുന്നില്ല നിലവിൽ പ്രവർത്തിച്ചു വന്നിരുന്നത്. അദ്ദേഹം ഇപ്പോൾ കൂടുതലായിട്ട് പാർട്ടിയുടെ ചുമതലകളിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണം വന്നിട്ടുണ്ട്. കുറേ അധികം ആൾക്കാർ ഇവിടെ പല കാര്യത്തിനും കുറ്റം പറയുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യം ആൾക്കാരെ കുറിച്ച് പറയാൻ പാടില്ലേ, തനിക്ക് മറ്റുള്ള ആൾക്കാരുടെ പോസിറ്റീവ്സ് എന്ന് തോന്നിയിരിക്കുന്ന കാര്യമാണ് താൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ദിവ്യ എസ് അയ്യർ പറയുന്നത്. പക്ഷെ ഇതിലുള്ള ഒരു പ്രശ്നം, എല്ലാ പോസിറ്റീവ്സും ഏതെങ്കിലും ഒരു പാർട്ടിയിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ പിണറായി വിജയനെക്കുറിച്ച്, കെ രാധാകൃഷ്ണനെക്കുറിച്ച്, KK രാഗേഷിനെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഇവർ 3 പേരുടെയും ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, CPM രാഷ്ട്രീയമാണ്. അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ല, മറ്റുള്ള പാർട്ടികളിലുള്ള ആൾക്കാരിലും ഭരണപരമായി തന്നെ ഉള്ള ആൾക്കാരായിക്കോട്ടെ, മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, അതിലൊക്കെ തന്നെ നല്ല ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥ അവരിയ്ക്കുന്ന പദവി ഏതാണ് എന്നതിനെ വിസ്മരിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നൽകേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇതിലെ കാതലായിട്ടുള്ള ചോദ്യം. കാരണം നമ്മൾ പലപ്പോഴും ബ്യൂറോക്രാറ്റിക് ന്യൂട്രാലിറ്റി എന്നൊരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് അവർ ഏത് രാഷ്ട്രീയ പ്രവർത്തകരാണ് അധികാരത്തിൽ വരുന്നത് എങ്കിലും ആ രാഷ്ട്രീയവുമായിട്ട് പ്രത്യേകിച്ച് അവർ ചേർന്ന് നിൽക്കുന്നില്ല, മറിച്ച് അവരുടെ ജോലി എന്താണോ ആ ജോലിയിലാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നത് ഒരു സന്ദേശമായിട്ട് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ, ഭരണകർത്താക്കളെയൊക്കെ തന്നെ പരസ്യമായി പ്രകീർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന് പലപ്പോഴും പൊതുജനം കാണുന്ന ഒരു മണിയടി സ്വഭാവത്തിലാണ്. അതായത് ഭരിക്കുന്ന ആൾക്കാരോട്, അധികാരം കയ്യിലുള്ള ആൾക്കാരോട് ചേർന്ന് നിൽക്കാനുള്ള താല്പര്യം, അവരെ പുകഴ്ത്തുന്നു, പ്രശംസിക്കുന്നു. നമ്മൾ ഈ പഴയ കൊട്ടാരം കവികൾ എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ അവദാനങ്ങൾ വാഴ്ത്തി പറയുന്നു, അവർക്ക് വേണ്ടി പുതിയ ഉപമകൾ ചമയ്ക്കുന്നു, അവർക്ക് വേണ്ടി പുതിയ അലങ്കാരങ്ങൾ നിർമ്മിക്കുന്നു. ഈ രീതിയിലത്തേക്കൊക്കെയാണ് ആൾക്കാർ ഇതിനെ പൊതുവെ കാണുക. അതുകൊണ്ടാണ് ദിവ്യ എസ് അയ്യരുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു തുടർച്ച എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പൊതുസമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയതരമായി പോലും പല വിമർശനങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്തിനാണ് പൊളിറ്റീഷ്യൻസിനെ പ്രകീർത്തിക്കുന്നത്? ഇപ്പം നിങ്ങൾ നല്ലൊരാളാണ് എങ്കിൽ നിങ്ങൾ നല്ലയാളാണ് എന്ന രീതിയിലത്തേക്ക് വേണമെങ്കിൽ ഒരു പാർട്ടിംഗ് റിമാർക്കായിട്ട് നേരിട്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു കത്തെഴുതി അതിനെക്കുറിച്ച് പറയാം. പക്ഷെ പബ്ലിക്കായിട്ട് അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് പൊതുജനം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഏതൊരു കാര്യവും പൊതുജനം കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ പൊതുജനം കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു രീതിയിലത്തേക്ക് സ്റ്റാമ്പ് കൊടുക്കുന്നത് അത് ശരിയാണോ അല്ലയോ, അതിനുള്ള അവകാശമില്ലേ എന്ന് ചോദിച്ചാൽ അതിനൊക്കെ അവകാശമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ഇരിക്കുന്ന പദവി ഏതാണ്? ആ പദവി എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിക് പദവിയാണ് എങ്കിൽ ബ്യൂറോക്രാറ്റിക് ന്യൂട്രാലിറ്റി എന്നൊരു കാര്യം നമ്മളവിടെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആ ബ്യൂറോക്രാറ്റിക് ന്യൂട്രാലിറ്റി കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയക്കാരായിട്ടുള്ള, പ്രത്യേകിച്ച് ഭരണത്തിലുള്ള അധികാരമുള്ള ആൾക്കാരെ നേരത്തെ പറഞ്ഞതുപോലെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ പ്രശംസിക്കുന്ന രീതിയിലത്തേക്കുള്ള പഴയ കൊട്ടാരം കവി സ്വഭാവത്തിലേക്ക് ആൾക്കാർ മാറുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊതുവിമർശനം പൊതുവെ ഉണ്ടാകുന്നുണ്ട്. തന്നെയുമല്ല, നമ്മൾ ഈ സിവിൽ സർവീസ് ജോലികൾ, അത് IAS ആയിക്കോട്ടെ, IPS ആയിക്കോട്ടെ, മറ്റൊരു വിഭാഗമായിക്കോട്ടെ, ഇതിലൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു എപ്പൊളിറ്റിക്കൽ നേച്ചറുണ്ട്, രാഷ്ട്രീയേതരമായിട്ടുള്ള ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ അതിന് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ കരുതാറുണ്ട്. അപ്പോൾ ഇവിടെ ദിവ്യ എസ് അയ്യർ ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ പോലും അതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് മാത്രം എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ ഇതിൽ പൊളിറ്റിക്കലാണോ എപ്പൊളിറ്റിക്കലാണോ ഇത് വരുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രശ്നമുണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ബ്യൂറോക്രാറ്റിക് ചുമതലയിലുള്ള ഒരാൾ ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് തന്നെ ദിവ്യ എസ് അയ്യരുടെ ഹസ്ബൻഡും കോൺഗ്രസിന്റെ പഴയ MLA കോൺഗ്രസിന്റെ പ്രവർത്തകൻ, നേതാവായിട്ടുള്ള ശ്രീ ശബരിനാഥൻ തന്നെയാണ്. അദ്ദേഹം തന്നെ പറയുന്നത് സതുദ്ദേശപരമായിട്ട് ഒരാളിനെ പറ്റി നല്ലത് പറയുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ ഇത് അനുചിതമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ തന്നെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ അദ്ദേഹം തന്നെ തൻ്റെ
സഹധർമ്മിണി ചെയ്തിരിക്കുന്ന കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് പരസ്യമായിട്ട് പറയേണ്ടുന്ന രീതിയിലത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. അത് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ കമ്പൽഷൻ കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യം എന്ന രീതിയിൽ മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. കാരണം അങ്ങനെയുള്ള ഒരു ഇന്റലക്റ്റുള്ള ആളാണ് ശബരി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാമത് ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത എത്രത്തോളം നല്ലതാണ് എന്നുള്ളതാണ്. കാരണം രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് ബഹുമാനമുണ്ടാകാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ട് കൊടുക്കാം, അവരെ നേരിൽ കണ്ട് അഭിപ്രായം പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെ നമ്മൾ സമൂഹ മാധ്യമങ്ങൾ വഴി ആൾക്കാരിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു പബ്ലിക് വർഷിപ്പാണ്, ഒരു പബ്ലിക് അഡ്മിറേഷനാണ്. കർണന് പോലും അസൂയ തോന്നുന്ന എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് കർണനുള്ള കവചം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കവചകുണ്ടലങ്ങളാണ്. അതേപോലെ ഒരു KKR കവചം എന്നൊക്കെ പറയുമ്പോൾ ചമയ്ക്കപ്പെടുന്ന ഉപമകളാണ്. എത്രത്തോളം പ്രശംസിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടാര കവികളൊക്കെ തന്നെ കാവ്യം ചമയ്ക്കുന്ന ഭരണകർത്താവിനെ കുറിച്ച് നാടുവാഴിയെക്കുറിച്ച് കാവ്യം ചമയ്ക്കുന്ന മാതിരി എന്ന ആൾക്കാർ പറയുന്നത് ഒരു പക്ഷേ അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ബയാസ് ആണ്. തന്നെയുമല്ല ഒരു താരതമ്യേന സീനിയർ ആയിട്ടുള്ള അതിനേക്കാൾ ജൂനിയർ ആയിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥരുള്ള ഒരു സിവിൽ സർവീസ് സിസ്റ്റത്തിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിൽ ഈ ഉദ്യോഗസ്ഥ മറ്റുള്ളവർക്ക് നൽകുന്ന താഴെയുള്ള ആൾക്കാർക്ക് ജൂനിയർ IAS ഓഫീസർമാർക്ക് നൽകുന്ന സന്ദേശം എന്താണ്? അതായത് നിങ്ങൾ ഈ രീതിയിലത്തേക്ക് പറയണം, ഈ രീതിയിലത്തേക്ക് പ്രശംസിക്കണം എന്നൊക്കെയാണോ ആൾക്കാർ മനസ്സിലാക്കേണ്ടത്? എന്ന് വെച്ചാൽ നമ്മളൊരു റോൾ മോഡലായിട്ട് പ്രവർത്തിക്കുന്നു, നല്ലത് നല്ലത് എന്ന് പറയുന്നു, ചീത്ത ചീത്ത എന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ പദവി. നിങ്ങളുടെ പദവിക്ക് ഒരു പ്രത്യേകിച്ചുള്ള ഒരു സാങ്ക്ടിറ്റി ഉണ്ട്, നിങ്ങൾക്കൊരു വ്യക്തി എന്ന രീതിയിലത്തേക്കുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി വരുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് നിങ്ങളുടെ തൊഴിലിനാണ്. ഇപ്പം ഇതേപോലെ തന്നെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ജഡ്ജിമാർക്ക് അവർ ഇൻട്രാക്ട് ചെയ്യുന്ന നിരവധി ആൾക്കാർക്ക് വേണമെങ്കിൽ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാമല്ലോ. അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അതിനുള്ള അവകാശവും താല്പര്യവും ഒക്കെ ഉള്ളതല്ലേ. പക്ഷേ ഒരു ജഡ്ജ് എത്രത്തോളം അവധാനതയാണ് അയാളുടെ ഒരു പബ്ലിക് ഇൻട്രാക്ഷനിൽ സൂക്ഷിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഏതൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുന്നു, എന്ത് സംസാരിക്കുന്നു, ആരോടൊപ്പം വേദി പങ്കിടുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, ഫോണിൽ പോലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടെല്ലാം തന്നെ ഇവർ പുലർത്തുന്ന ഒരു ഡെക്കറമുണ്ട്. ആ ഡെക്കറം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ബയാസിന് അതീതരാണ് ഇവർ, അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ അലൈൻമെന്റ് അവർക്കില്ല എന്ന് കാണിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ്. അത് പൊതുസമൂഹത്തിന് അതിൽ വിശ്വാസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പബ്ലിക് സർവന്റ് എന്ത് തരത്തിലുള്ള മാതൃകയാണ് മറ്റുള്ള ആൾക്കാർക്ക് നൽകുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. അടുത്തത് ഞാനിതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പബ്ലിക് അക്കൗണ്ടബിലിറ്റി എത്രത്തോളം ഇതിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ അവർക്ക് നേരെ നാളെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ ഉണ്ടാകേണ്ടി വന്നാൽ അവരുടെ ഭാഗത്താണ് ശരി എന്ന് തന്നെ കരുതിക്കോളൂ. അപ്പോഴും സർക്കാർ അവരുടെ മേലൊരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ അന്വേഷണം നടത്താതെ തന്നെ സർക്കാരിന് ബോധ്യപ്പെട്ടതിന് ശേഷം ശരി ഇവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടതില്ല എന്ന രീതിയിലത്തേക്ക് അവരുടെ ശരിയായിട്ടുള്ള ഒരു ആക്ഷന്റെ പേരിൽ അല്ലെങ്കിൽ അവരാണ് ശരിയെന്ന് കൃത്യമായി രേഖാമൂലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു തീരുമാനമെടുത്താലും പുറത്തുണ്ടാകുന്ന ഒരു ആക്ഷേപം എന്തായിരിക്കും? പൊളിറ്റിക്കൽ ബയാസ് ആണ്. കാരണം ഇവര് ഭരണകർത്താക്കളെ, ഈ പാർട്ടിയിലെ നേതാക്കന്മാരെ ഒക്കെ തന്നെ പ്രശംസിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാലും സർക്കാർ അത് മറയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന രീതിയിലത്തേക്കുള്ള അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം സർക്കാരിന് മേലും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ കരുതുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ള, റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പൊതുപ്രവർത്തക അല്ലെങ്കിൽ ഒരു പബ്ലിക് സെർവൻറ്റ് അങ്ങനെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രശംസാ വാക്കുകളൊക്കെ തന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത്. നമുക്കവിടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള ഒരു കൃത്യനിർവഹണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെയുള്ള റെസ്പോൺസിബിലിറ്റീസിനാണ് കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതല്ലാതെ വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയത്തിലൊക്കെ തന്നെ നമ്മുടേതായിട്ടുള്ള ബോധ്യങ്ങളെ നമ്മൾ ഇത്തരത്തിലുള്ള ഉപമകളും ഉൾപ്രേക്ഷകളും അലങ്കാരങ്ങളും ഒക്കെ ചമച്ചുകൊണ്ട് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്ന സമയത്ത് അതുമൂലം ഉണ്ടാകുന്ന ഒരു മോശം ബയാസ് ആരോപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. നാളെ ഈ ഉദ്യോഗസ്ഥ തന്നെ ഒന്നാലോചിച്ച് നോക്കുക, മറ്റേതെങ്കിലും ഒരു നിർണായകമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെടുന്നു. മെറിറ്റ് ഉണ്ടെന്ന് കരുതിക്കോളൂ, പൂർണ്ണമായും മെറിറ്റോറിയസ് ആയിട്ട് തന്നെ അവരത് അർഹിക്കുന്നു എന്ന് കരുതിക്കോളൂ. പക്ഷേ എങ്കിൽ പോലും ആൾക്കാർ പറയുന്നത് എന്തായിരിക്കും? നോക്കൂ, ഇവര് പാടി പുകഴ്ത്തുകയായിരുന്നു, ഇവരെ എല്ലാം തന്നെ പാടി പ്രശംസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനുള്ള ഒരു റിവാർഡ് എന്ന രീതിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂനിയർ ഉദ്യോഗസ്ഥരടക്കം ഇതേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശമല്ല സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് സർവന്റിന്റെ കണ്ടക്റ്റുമായി ബന്ധപ്പെട്ട് നൽകുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ ശബരിനാഥനൊപ്പമാണ്, അല്ലാതെ ദിവ്യയ്ക്കൊപ്പമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.